ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ച് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതുപോലെ നമ്മുടെ ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ റെസിപ്പിയാണ്. നമ്മൾ 7 വർഷം വരെ വാടക വീട്ടിലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീടൊക്കെ വെച്ച് അതിൽ നിന്ന് ആദ്യത്തെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ 1.25 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1.25 കപ്പിന് 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അര ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണും ഒരു പിഞ്ചും കൂടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഒരുപാട് കൂടിപ്പോകരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നെസ്കഫേയുടെ കോഫി പൗഡറാണ്. നിങ്ങളുടെ ബ്രൂവിൻ്റെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ തരികളൊക്കെ ഒന്നുമില്ലാതെ നല്ലതുപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് അരച്ചെടുത്ത് ഇതിൻ്റെ തരികളൊക്കെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സും കൂടി ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഇടക്കാം. അപ്പോൾ എൻ്റെ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആത്തക്കവണ്ണമാണ് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതോ ആയതുകൊണ്ട് നമ്മൾ മധുരമൊക്കെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതുകൊണ്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്കിനുള്ള ഏത് സാധനം എടുത്താലും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതായിരിക്കരുത്. കുറച്ച് നേരം തണുപ്പൊക്കെ മാറ്റിയ ശേഷം മാത്രമേ എടുക്കാവൂ. അതുപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അപ്പം 3 മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കറക്കി എടുത്താലും മതിയാകും. അപ്പോൾ അതിലേക്ക് ഞാൻ 1.25 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി രൂപം ആകുന്നതിന് വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇടയ്ക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുക. അപ്പം 3 തവണയായിട്ടാണ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അതുപോലെ ഞാൻ കേക്കിൻ്റെ പാത്രമൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനകത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മൾ കൺവെൻഷനകത്ത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കൊണ്ട് റെഡിയാകും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടായിട്ട് വരുന്നിടം വരെ നമുക്കിതിൻ്റെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പഞ്ചസാരയൊക്കെ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ വിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നുമല്ല ഞാൻ ചെയ്തെടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കേക്കിൻ്റെ ട്രേയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കേക്കിൻ്റെ ട്രേ ഒക്കെ ആദ്യം തന്നെ നല്ലതായിട്ട് റെഡിയാക്കിയൊക്കെ വെക്കണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഈന്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം കേക്കിൻ്റെ ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം.
നമ്മളത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്കൊരു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2-3 തവണ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള ഈന്തപ്പഴമൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കൺവെൻഷനകത്ത് 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. അതിന് ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ തുറന്ന് നോക്കരുത്. നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നത് താന്നു പോകും. അതുകൊണ്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ തുറന്ന് നോക്കാവൂ. അപ്പോൾ ഒരു 35 മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്കൊന്ന് ബേക്കായി വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 33 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തുറന്ന് നോക്കി ടൂത്ത് പിക്കൊക്കെ വെച്ച് കുത്തി നോക്കിയപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഓവൻ ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്യാസിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പം നമുക്കിതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു കേക്ക്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും ഉൾവശം നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കിച്ചൂസ് കറിവുഡ്. ബൈ.